നെല്ല് സംഭരണ വില വിതരണ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് കർഷക സമാജം വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. സംഭരിച്ച നെല്ലിന്റെ സംഭരണ വില ഉടൻ നൽകുക, നാളികേര സംഭരണം ആരംഭിക്കുക, കേന്ദ്ര സർക്കാർ നെല്ലിന്റെ സംഭരണ വില കൂട്ടിയതിനനുസൃതമായി സംസ്ഥാനവും വിഹിതമുയർത്തി കിലോയ്ക്ക് 40 രൂപയാക്കുക, കൊയ്ത്തിന് മുമ്പ് തന്നെ സംഭരണത്തിന് വില വിതരണത്തിനും നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും വാർഷിക പൊതുയോഗം ഉന്നയിച്ചു. പൊതുയോഗം സമാജം ജില്ലാ പ്രസിഡന്റ് മുതലാംതോട് മണി ഉദ്ഘാടനം ചെയ്തു. കൃഷി എന്ന് പറയുമ്പോൾ ശരിക്കും മത്സ്യബന്ധനം അടക്കം കൃഷിയാണ്. അപ്പോൾ ഈ എല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായിട്ട് വളരെ സജീവമായിട്ട് കാർഷിക വിഷയങ്ങളിൽ നമ്മുടെ ദേശീയ കർഷക സമാജം എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കർഷക സംഘടനയാണ്. ഞാൻ കഴിഞ്ഞ 2-3 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഇപ്പോൾ ഇവിടെ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത്, മെമ്പർമാരെ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാം മാർഗദർശികളായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ ജസ്റ്റ് കൊണ്ടു നടത്തുന്നത് മാത്രമേ ഉള്ളൂ. സമാജം സെക്രട്ടറി വി രവീന്ദ്രൻ, കെ.എ. രാമകൃഷ്ണൻ, എ. അപ്പുക്കുട്ടൻ, സരോജിനി ജയരാജൻ, ലീല ജനാർദ്ദൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി മുതലാംതോട് മണിയെ പ്രസിഡന്റായും വി രവീന്ദ്രനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.